ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ ബ്രേക്കപ്പ് താൽക്കാലികം മാത്രമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുക, അതിൻ്റെ സൈനുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളെ പൂർണ്ണമായും വിട്ടിട്ട് പോയിട്ടില്ല, നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പോയിന്റ്സ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർ നിങ്ങളെ എപ്പോഴും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും അവരുടെ കോൾ ഇങ്ങനെ വരുന്നുണ്ടാവും. അതല്ലെങ്കിൽ മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും അവരുടെ കോണ്ടാക്ട് എപ്പോഴും ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ആ ദേഷ്യത്തിന്റെ പുറത്ത്, അപ്പോൾ വരുന്ന ദേഷ്യത്തിന്റെ പുറത്ത് മാത്രം അവർ നമുക്ക് ബ്രേക്കപ്പ് ആവാന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, അതല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ആ ദേഷ്യത്തിന് 2-3 ദിവസമൊക്കെ ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ അവരിങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് അതിന് കഴിയുണ്ടാവില്ല. നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്നുള്ളത് പറയാതെ പറയുകയാണ് അവരോട് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ കോണ്ടാക്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞതിന് ശേഷവും നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ആ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് താൽക്കാലികം മാത്രമാണ് എന്നുള്ളത്. ദെൻ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കപ്പ് ആവാം എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തി നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വളരെ കോമഡി ആയിട്ടോ അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് എന്നുള്ള രീതിയിലായിരിക്കും പറയുണ്ടാവുക. നിങ്ങളത് പറയുമ്പോൾ ആ ഒരു സെക്കൻഡിൽ പോലും പെട്ടെന്ന് അവർ ദേഷ്യപ്പെടുന്നുണ്ടാവും. ഇത് മറ്റൊന്നല്ല, നിങ്ങളില്ലാതെ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്കപ്പ് എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്കും ആ വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അവരങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഇനി ബ്രേക്കപ്പ് എന്ന് പറയരുത് എന്നതിന് വേണ്ടിയിട്ടാണ്. മീൻസ് നിങ്ങൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത് പോലും ആ വ്യക്തിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ബ്രേക്കപ്പ് എന്നൊരു വേർഡ് നിങ്ങൾ പറയുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ നമുക്കിനി ബ്രേക്കപ്പ് ആവാം എന്ന് നിങ്ങൾ പറയുമ്പോഴത്തേക്കും ആ വ്യക്തി വളരെ ദേഷ്യത്തിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആ ഒരു അവസ്ഥ. അതായത് നിങ്ങളിങ്ങനെ ബ്രേക്കപ്പ് ആവാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു, അതിനുശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും മെസ്സേജ് ആണെന്നുണ്ടെങ്കിലും വളരെ ഇമോഷണൽ ആയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. ആ സംസാരത്തിൽ മുഴുവൻ നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ കുറേ മിസ്ഡ് മെസ്സേജസ്, അതായത് നിങ്ങളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറേ മെസ്സേജസ് കാണാൻ പറ്റും. അതേപോലെ വിളിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഇത് മറ്റൊന്നല്ല, അപ്പോഴത്തെ ആ ഒരു ദേഷ്യത്തിലും വാശിയിലൊക്കെ ആ ശരി ബ്രേക്കപ്പ് ആവും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടാവാം. പക്ഷേ തൊട്ടടുത്ത നിമിഷം മുതൽ നിങ്ങളില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നൊരു തോന്നൽ അവരുടെ മനസ്സിൽ വരുന്നുണ്ടാവും. സോ ആ ഒരു വേദന കൊണ്ടാവും അവർ നിങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ടാവുക. നിങ്ങളുടെ പുറകെ ആ വ്യക്തി വരുന്നുണ്ടായിരിക്കാം. അതും മറ്റൊന്നല്ല, നിങ്ങളെ അവർക്ക് വേണം, ഈ ബ്രേക്കപ്പ് ആവരുത്, ഈ റിലേഷൻഷിപ്പ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. സോ ഇങ്ങനെയും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ബ്രേക്കപ്പ് താൽക്കാലികമാണ്, വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, നാലാമത്തെ സൈൻ എന്ന് പറയുന്നത് അസൂയ കാണിക്കുക. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് പുറത്ത് പോയി ഒന്ന് എൻജോയ് ചെയ്യാണ്. അപ്പോൾ അവർ വിളിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് എവിടെയാണ് നീ ഇപ്പോൾ? അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ജസ്റ്റ് ഒരു പാർട്ടിക്ക് വന്നതാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ട്രിപ്പ് പോയതാണെന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നുണ്ടാവും. എന്തിനാ പോയത്, അല്ലെങ്കിൽ ആരോട് ചോദിച്ചിട്ട് പോയത്, ഈ ഒരു രീതിയിൽ അവർ പെരുമാറുന്നുണ്ടാവും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കരിയർ ഗ്രോ ആവുന്നുണ്ടെങ്കിൽ, അതായത് ഉയർച്ചയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിലും ചെറിയ ചെറിയ അസൂയൊക്കെ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. ഇത് മറ്റൊന്നല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ ആ ഒരു അസൂയ കാണിക്കുന്നത് നിങ്ങൾ മുഴുവനായിട്ടും അവരുടെ അടുത്തേക്ക് പോവുകയാണോ, ഇവരെ വിടുകയാണോ, അതായത് ഇനിയിപ്പോൾ ഇവർക്ക് അത്ര വലിയ വാല്യൂ ഉണ്ടാവില്ലേ, ഇമ്പോർട്ടൻസ് കൊടുക്കില്ലേ, ഇവരോടുള്ള സ്നേഹം നഷ്ടപ്പെടുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു പേടി കൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കരിയറിൽ ഉയർച്ചകൾ ഉണ്ടാവുമ്പോഴും ഇവർക്ക് ഉയർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ വേണ്ടാതാവോ, എന്നെ വേണ്ടാന്ന് വെക്കുമോ, ഇങ്ങനെയുള്ള പേടികളും അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതിൻ്റെ പേരിലാണ് ഈ കുഞ്ഞു കുഞ്ഞു അസൂയും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ടായിരിക്കുക. സോ അതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരിക്കലും നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊരു ചിന്ത കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുക. സോ ഇത്തരത്തിൽ ജലസി ആയിട്ട് അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കുക. ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയില്ല. ഇനിയിപ്പോൾ അഥവാ ബ്രേക്കപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് താൽക്കാലികം മാത്രമായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയിപ്പോൾ അഥവാ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ആണോ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങൾ എത്ര ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളെ വിട്ട് പോകാനായിട്ട് കഴിയില്ല.
എന്ന് കരുതി ആ ഒരു വ്യക്തിയെ തന്നെ നമ്മളിട്ട് കളിപ്പിക്കാനായിട്ട് പാടില്ല. അതായത് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് കുറേ ഇമോഷണലി അവർ അറ്റാക്ക് ചെയ്യാനും കാര്യങ്ങളൊന്നും പാടില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഒരാളും ഒരുപാട് താഴ്ന്ന് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കില്ല. അപ്പോൾ അവസാനം അവർ നമ്മളെ വിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്ന് കരയുന്നത് നമ്മൾ മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് തരുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക, അതേ രീതിയിൽ തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്